നമ്മളിപ്പോൾ കുട്ടികൾക്ക് എന്താ ഫുഡ്? നമുക്കേ എല്ലാ ദിവസവും രാവിലെ മുത്താറി കുറുക്ക് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ശർക്കര ഇട്ടാൽ മതി. നമ്മുടെ പഞ്ചസാര ഷുഗർ അത്ര നന്നില്ലല്ലോ. അപ്പൊ നമുക്ക് മുത്താറി ശർക്കരയും പാലും ഒഴിച്ചിട്ട് രാവിലെ കുറച്ച് വാട്ടർ സോൾബിളായിട്ട് നമുക്കൊരു മുത്താറി കുറുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുത്താറി എത്ര മണിക്ക് കൊടുക്കുന്നത്? അത് നമുക്കൊരു നമ്മൾ 8:30 സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പൊ നമുക്കതൊരു 9 മണി 9:30 ഉള്ളിൽ കൊടുക്കാം. അത് വെള്ളം പോലെയാണല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പായസം കുടിക്കണ പോലെ ഇഷ്ടത്തിൽ കുടിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ വിശക്കണ സമയമില്ല. അപ്പൊ നമ്മൾ സ്നാക്സ് ആയിട്ട് നമുക്ക് ഒരു ദിവസം നമുക്കൊരു റാഗി പുട്ട്, മുത്താറിയുടെ പുട്ടില്ലേ, അത് മുത്താറി ആയിട്ട് കൊടുക്കണ്ട, പൊടിയിൽ നിന്ന് എടുക്കണ്ട. നമ്മൾ കാർത്തിക്കും കാശിക്കൊക്കെ കൊടുക്കാറില്ലേ ഈ നൂഡിൽസ് പോലെ മുത്താറിയുടെ സാധനം, അതുകൊണ്ടൊരു പുട്ടുണ്ടാക്കാം നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു ദിവസം നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുക്കാം, പിന്നെ കട്ട് ഫ്രൂട്ട്സ് കൊടുക്കാം, ഓട്സിന്റെ കുറുക്കുണ്ടാക്കി കൊടുക്കാം, കോൺഫ്ലേക്സ് ഇല്ലേ കോൺഫ്ലേക്സ് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ റാഗി പുട്ട് പോലെ നമുക്ക് ക്യാരറ്റിന്റെ ഇങ്ങനെ നൂഡിൽസ് പോലെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് നല്ലോണം പുഴുങ്ങി നല്ലോണം മുടച്ചിട്ട് പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ പുട്ടുണ്ടാക്കി കൊടുക്കാം. അപ്പൊ നല്ല റിച്ച് ആയിരിക്കും, വിശപ്പ് മാറും, നല്ല പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും ഇല്ലേ. ഇനി നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് അവർ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഉറക്കല്ലേ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പയറ്, കടല, ചെറുപയർ, വൻപയർ ഇതൊക്കെ പുഴുങ്ങിയത് ഒരു ദിവസം കൊടുക്കാം. നല്ലോണം വെളുത്തുള്ളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങി ഇങ്ങനെ ഉടയാതെ എടുത്ത് അത് കോരി കോരി തിന്നാൻ നല്ല രസമായിരിക്കും ഇല്ലേ. പിന്നെ ഒരു ദിവസം നമുക്ക് അവില് കൊടുക്കണം. അത് ഈ വൈറ്റ് അവിലല്ല, മട്ടയവില്. മട്ടയവിലാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഞാൻ വായിച്ചുള്ളത്. അപ്പോൾ മട്ടയവില് കൊടുക്കാം. പിന്നെ ഒരു ദിവസം നമുക്ക് ഉപ്പുമാവ് കൊടുക്കാം. അതിപ്പോൾ എന്തിൻ്റെ ഉപ്പുമാവ് ആവാം, റവ ഉപ്പുമാവോ അല്ലെങ്കിൽ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവോ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ബെൻസീറവി ഉണ്ടാവില്ലേ, അത് വാങ്ങിയിട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഉപ്പുമാവ് കൊടുക്കാം. പിന്നെ ചില ദിവസം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒരു ഫ്രൂട്ട് സാലഡോ വെജ് സാലഡോ കൊടുക്കണം. അത് ഈ ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ്ക്രീം ഒന്നും ഇട്ടതല്ല, അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കില്ലേ, അങ്ങനെ ഒരു ഫ്രൂട്ട് സാലഡോ അല്ലെങ്കിൽ കുക്കുംബർ, ക്യാരറ്റ്, പച്ചക്കറി കഴിക്കാൻ കുട്ടികൾക്ക് മടിയായിരിക്കും. പക്ഷെ സാലഡ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഡ്രസ്സിംഗ് ഒക്കെ വെച്ച് സാലഡ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കില്ലേ. പിന്നെ ഒരു ദിവസം നമുക്ക് കാടമുട്ട, അതൊരു കുട്ടിക്ക് ഒരു 3 കാടമുട്ടയൊക്കെ കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കാടമുട്ട കൊടുക്കണം. അതുപോലെ ഒരു ദിവസം നമുക്ക് പാലും കൊടുക്കണം. അപ്പൊ റിച്ച് ആയിരിക്കില്ലേ. പാലും കാടമുട്ടയും കൂടെ ഒരു ദിവസം വേണ്ട, ഒരു ദിവസം പാലും ഒരു ദിവസം കാടമുട്ടയും. അത് അങ്ങനെ കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തല്ല, ഏതെങ്കിലും ഒരു ദിവസം ഒരു കാടമുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു ദിവസം ഒരു പാല്. നമുക്ക് നോക്കിയിട്ട് എന്നാ നല്ലത് നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് മാത്രം കൊടുത്താൽ അവർക്ക് വിശക്കും. എപ്പോഴും കളിയും ചെറിയ ചെറിയ പഠിത്തമൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അഡീഷണൽ സപ്ലിമെന്റ്സ് ആയിട്ട് എന്താ കൊടുക്കുക? അത് നട്ട്സ്, ഡേറ്റ്സ്, ബദാം, അതെല്ലാം കുറച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കാം അല്ലേ. അപ്പൊ വിശക്കില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പൊ നല്ല റിച്ച് ആയില്ലേ നമ്മുടെ മെനു. ഓക്കെ.